ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ചേർന്ന് ഇറാന് നേരെ നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ അധിനിവേശ നടപടികൾ ലോകത്തെ മറ്റെല്ലാ രാഷ്ട്രങ്ങൾക്കും സാമ്പത്തികമായി വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉദ്ദേശിച്ചത് ഇറാനിലെ എണ്ണ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രണ്ട് ലക്ഷ്യങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഈ അത്യാഗ്രഹം ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായി മാറി എന്ന് മാത്രമല്ല, പരിഹരിക്കാൻ വളരെ വിഷമമുള്ള രീതിയിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് ഈ യുദ്ധം അമേരിക്കയ്ക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ F-35 അടക്കമുള്ള ധാരാളം യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിമാനമായ 2 പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ, ഒന്ന് എബ്രഹാം ലിങ്കൺ, ഒന്ന് ജെറാൾഡ് ഫോർഡ്, ഈ 2 കപ്പലുകൾക്കും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അത് യുദ്ധരംഗത്ത് നിന്ന് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. കൂടാതെ അവരുടെ ധാരാളം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ അനേകം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഗൾഫിലുള്ള അവരുടെ എംബസികളും അതുപോലെ അവരുടെ സാമ്പത്തിക താല്പര്യമുള്ള സ്ഥാപനങ്ങളും ഈ യുദ്ധത്തിൽ തകർന്നിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം ഇനിയും തുടരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആത്മഹത്യാപരമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ട്രംപ് തയ്യാറല്ല. അതിന് അനേകം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ട്രംപ് എന്ന ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എല്ലാ ഖ്യാതിയും അതോടുകൂടി തീരുകയാണ്. ഈ യുദ്ധം തോറ്റു മടങ്ങുന്നതോടുകൂടി ഈ യുദ്ധത്തിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ഡോളർ എന്തിനാണ് ചിലവാക്കിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഉയർന്നു കഴിഞ്ഞു. നോക്കിംഗ് മൂവ്മെൻറ്റിൻ്റെ വലിയ പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഉടനീളം നടക്കുകയാണ്. അതുപോലെ തന്നെ നെതന്യാഹുവിനെതിരായിട്ട് ഇസ്രായേലിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ 2 ആളുകളുടെയും പൊളിറ്റിക്കൽ കാരിയറിൻ്റെ അവസാനമായിരിക്കും. അത് ഒന്നാമത്തെ വിഷയം, ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ ഈ ലോക മേൽക്കോയ്മയെ തന്നെ ഈ യുദ്ധം ഇല്ലാതാക്കും എന്നുള്ളതാണ്. കാരണം ഇന്ന് $36 ട്രില്യൺ കടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഈ ഇത്രയും വലിയൊരു കടത്തിൻ്റെ മുകളിലും അത് ബാധിക്കാതെ ആ രാജ്യം മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകമെമ്പാടും പ്രധാനപ്പെട്ട വ്യാപാരങ്ങളെല്ലാം തന്നെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ വ്യാപാരം തന്നെ. എണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ അമേരിക്കൻ ഡോളറിനും അമേരിക്കൻ ബോണ്ടുകൾക്കുമെല്ലാം അമേരിക്ക ഇത്ര വലിയൊരു കടക്കണിയിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ പോലും ആ ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും നിലനിന്നു പോകുന്നത്. ഈ യുദ്ധം ഇവിടെ വെച്ച് തോറ്റ് പിന്മാറി പോയി കഴിഞ്ഞാൽ ഈ എണ്ണ വ്യാപാരം തീർച്ചയായും ഡോളറിൽ നിന്ന് പൂർണ്ണമായും മാറും. ഇപ്പോൾ ഇറാനിയൻ കറൻസിയിൽ മാത്രമേ ഞങ്ങൾ എണ്ണയ്ക്ക് കാശ് മേടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ യുവാനിൽ മേടിക്കും. ഞങ്ങൾ ചൈനീസ് കറൻസിയിലാണ് മേടിക്കുന്നത്. കാരണം ഞങ്ങൾക്കിവിടെ ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചൈനീസ് കറൻസിയിൽ ഞങ്ങൾക്ക് പണം തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഡോളറിൻ്റെ പണി തീരും. അല്ലെങ്കിൽ പറയുന്നു ഞങ്ങൾക്ക് റഷ്യൻ കറൻസി റൂബിളിൽ മതി കാശ്. ഇറാൻ പറയുകയാണ് ഇനി ഞങ്ങൾക്ക് റൂബിൾ മതി എണ്ണയുടെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ റൂബിൾ കൊടുക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ മറ്റ് കറൻസികളിലേക്ക് എണ്ണ വ്യാപാരം മാറുന്നതോടുകൂടി കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഡോളറിൻ്റെ ഡിമാൻഡും ഡോളറിൻ്റെ മേൽക്കോയ്മയും ലോക സാമ്പത്തിക മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും. അത് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ $36 ട്രില്യൺ കടം മുകളിലേക്ക് വരും.
ഈ കടം വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് $34 ട്രില്യൺ കടം വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരികയും നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്ക എന്ന ചെറു രാഷ്ട്രത്തിൽ കണ്ടതുപോലെ എല്ലാ രീതിയിലും വിദേശ നാണ്യമില്ലാതെ, ഇപ്പോൾ വിദേശ നാണ്യത്തിൻ്റെ ആവശ്യമില്ല അമേരിക്കയ്ക്ക്, കാരണം ഡോളർ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാണയം. ആ നാണയം വിലയിടിഞ്ഞ് പോകുന്നതോടുകൂടി അവർ വലിയ കടക്കണിയിൽപ്പെടുകയും രാജ്യത്ത് വലിയ തോതിലുള്ള ദാരിദ്ര്യവും അതുപോലെ തന്നെ വലിയ ക്ഷാമവും വരികയും ചെയ്യും. ഈ കാരണം കൊണ്ട് ഇവർക്ക് രണ്ടാമത്തെ കാരണം അതാണ്, ഒരിക്കലും അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കരയുദ്ധത്തിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആയിരക്കണക്കിന് സൈനികരെ ഇറാനിലേക്ക് ഇറക്കി ആദ്യം ഖാർഗ് ഐലൻഡ്, എണ്ണ കയറ്റുമതി ഖാർഗ് ഐലൻഡ് പിടിക്കുക, അതുപോലെ ഇറാനിൽ കരയുദ്ധം നടത്തി ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള തികച്ചും അങ്ങേയറ്റം ആപൽക്കരമായ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ ട്രംപ് ഒരുങ്ങുന്നത്. വിൻമില്ലുകളോട് യുദ്ധം ചെയ്ത ഡോൺ ക്വിക്സോട്ടിനേക്കാളും വിഡ്ഢിയായിട്ടുള്ള ഒരു വ്യക്തിയായി ട്രംപ് മാറുകയാണ്. കാരണം ഇറാൻ ഇന്ത്യയെക്കാളധികം വലിപ്പമുള്ളൊരു രാജ്യമാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ 2000 പട്ടാളക്കാരെയോ 20,000 പട്ടാളക്കാരെയോ 2 ലക്ഷം പട്ടാളക്കാരെയോ ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 2 കോടി പട്ടാളക്കാരെ നിങ്ങൾ ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം 140 കോടി ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഇതിനെ ഫിസിക്കലായിട്ട് ഓക്യുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഈ ട്രംപ് ഇറക്കുന്ന ഈ പറയുന്ന 2000-ഓ 3000-ഓ സോൾജേഴ്സിൻ്റെ ഗതി ഇത്രയും വലിയൊരു രാജ്യത്ത് ഇവരിറക്കുക എന്നത് അവരെ കൊലക്ക് കൊടുക്കുന്നതിന് സമാനമാണ്. വേറെ ഒന്നും സംഭവിക്കില്ല. അതിൽ ഇറാൻ പറയുന്നത് കൃത്യമാണ്. കാരണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് അമേരിക്കൻ പട്ടാളക്കാർക്ക് ഇറാനിലേക്ക് വരാം, ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ശവപ്പറമ്പാണെന്ന് ഇറാൻ പറയുന്നത് സത്യമാണ്. കാരണം ഇത്തരത്തിൽ നമുക്ക് ഈ മറൈൻസ് അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഒസാമ ബിൻ ലാഡനെ പിടിച്ചതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ചെറിയ പ്രദേശത്ത് പെട്ടെന്ന് ഒരു മിന്നലാക്രമണം നടത്താനുള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ വിശാലമായി മരുഭൂമികളും അതുപോലെ തന്നെ നിബിഡവനങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശത്ത് ചെന്നിറങ്ങി ഫിസിക്കലി ഒരു യുദ്ധം നയിക്കാൻ അവർ പ്രാപ്തരല്ല. അതേസമയം തന്നെ ഇറാനിൽ റവല്യൂഷണറി ഗാർഡുകളും അതുപോലെ തന്നെ ഇറാൻ്റെ പാരാ മിലിറ്ററി ഫോഴ്സും എല്ലാമായിട്ട് ലക്ഷക്കണക്കിന് സൈനികരുണ്ട്. അവരെല്ലാവരും പരിശീലിച്ച് ഒരു യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളവരുമാണ്. ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നത്, ഈ പട്ടാളക്കാരെ നേരിട്ടിറക്കി ഒരു ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നടപ്പുള്ള ഒരു സ്വപ്നമല്ല. പിന്നീട് ഖാർഗ് ഐലൻഡ് കീഴടക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഖാർഗ് ഐലൻഡിലേക്ക് അവർക്ക് പാരാട്രൂപ്പേഴ്സിനെ ഇറക്കുക എന്നുള്ളത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഇറാൻ കോസ്റ്റിൽ നിന്ന് വെറും 15 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന ഐലൻഡിലേക്ക് പാരാട്രൂപ്പേഴ്സിനെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആ ഹെലികോപ്റ്റർ തന്നെ നശിപ്പിക്കാൻ ഇറാന് യാതൊരു പ്രയാസവുമില്ല. അതിനാൽ എല്ലാ തരത്തിലും ഏത് ആംഗിൾ നോക്കുകയാണെങ്കിലും ഈ യുദ്ധം തുടരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയൊരു പതനത്തിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിന് പിന്നെ ഒന്നും പോകാനില്ല. നെതന്യാഹുവിന് ഇസ്രായേൽ ഓൾറെഡി ഇപ്പോൾ വലിയ നാശം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ നാശം പ്രശ്നമല്ല. അയാളുടെ കേസുകളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടുക, സ്വന്തം രാജ്യത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുറ്റവാളി എന്ന നിലയ്ക്ക് അയാൾക്ക് വേറെ യാതൊന്നും തന്നെ ലക്ഷ്യമില്ല. ഈ യുദ്ധങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് 2-3 കാര്യങ്ങളും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ലാതെ ഫ്രീ ആയി കപ്പലോടിച്ച് പോകാവുന്ന സ്ഥലത്തേക്ക് ഇനി ഇറാൻ ഈ യുദ്ധചുങ്കം ചുമത്താൻ തുടങ്ങും. അതിനു പുറമെ ഹൂതികൾ, യമനിൽ നിന്നുള്ള ഹൂതികൾ ചെങ്കടലിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ള ഈ പറയുന്ന നമ്മുടെ ഹോർമൂസിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലും അവർ ഇപ്പോൾ വലിയ തോതിൽ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മധ്യേഷ്യയിലെ ചരക്ക് ഗതാഗതം ആകെ താറുമാറിലാവുക, അതിലൂടെ തന്നെ ഈ ലോക മാർക്കറ്റിൽ അനേക ഉൽപ്പന്നങ്ങൾ ഇല്ലാതായിത്തീരുക, പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇല്ലാതായിത്തീരുകയും അങ്ങനെ വലിയൊരു സാമ്പത്തികമായ തകർച്ചയിലേക്ക് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകൾ പലതും തകർന്നടഞ്ഞു കഴിഞ്ഞു.
അങ്ങനെ പൂർണ്ണമായൊരു തകർച്ചയിലേക്കായിരിക്കും ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ നടപടികൾ ലോകത്തെ കൊണ്ടുവന്നെത്തിക്കാൻ പോകും. അതുമാത്രമല്ല, ധാരാളം ചെറുപ്പക്കാരിപ്പോൾ നിർബന്ധിത സൈനിക സേവനത്തിനായിട്ട് ഇപ്പോൾ US എടുത്തിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ഈ യുദ്ധത്തിൽ യാതൊരു കാരണവുമില്ലാതെ മരിച്ചു വീഴാനും സാധ്യതയുണ്ട്. അങ്ങനെ ഈ യുദ്ധം ട്രംപ് ഇനിയും കണ്ടിന്യൂ ആണെങ്കിൽ, കരയുദ്ധത്തിൻ്റെ വ്യാമോഹവുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്.